അംബാനി 50,000 കോടി ഉണ്ടാക്കിയാൽ ഒരു കാര്യമേ ഉള്ളെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാന്ന് മാത്രമേ തെളിയത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ആ കഷ്ടം എന്തിനാണ് ഈ കാശ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കോന്തനാണ് അംബാനി. രാജാക്കന്മാർക്ക് നല്ല വിവരമാണ്. അവർക്കറിയാം അവർ ഈ സ്വത്തുണ്ടാക്കുന്നത്, രാജ്യമുണ്ടാക്കുന്നത് എന്റെ ജനിതകം ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ പോണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാജ്യമൊക്കെ പിടിക്കുന്നത്. അല്ലാതെ രാജ്യം പിടിച്ചിട്ട് എന്തെടുക്കാനാണ്? നിങ്ങൾക്ക് 100 കാറുണ്ടായാലും 100 കൊട്ടാരം ഉണ്ടായാലും ഒരു മെത്തയിലേ കിടക്കാനൊക്കത്തുള്ള ഒരു കാറിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും അറിയണം. സ്വത്തൊക്കെ ഉണ്ടാക്കുന്നത് ഇണകളെ കൂട്ടാനാണ്, അല്ല സ്വത്തിന് വേണ്ടിയല്ല. സ്വത്ത് നിങ്ങൾക്ക് സ്വത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. കമ്പനി നടത്തിയെന്ന് പറഞ്ഞാല് കമ്പനി നടത്തിയിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ജീവിക്കുന്ന എന്തിനാന്ന് അറിഞ്ഞുകൂടാത്ത കോന്തന്മാരുടെ ബോധമാണത്. എന്തിനാണ് കാശുണ്ടാക്കുന്നത് പോലും അറിഞ്ഞുകൂടാത്ത വെറും കോന്തനാണ് അംബാനി എന്നാണോ മൈത്രേയൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ ആണുങ്ങളും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് ഈ പെണ്ണ് പിടിക്കാനും നടന്ന് പിള്ളേരെ ഉണ്ടാക്കാനും വേണ്ടിയാണോ? അതോ ഇനി വയസ്സാം കാലത്ത് അംബാനിയെ കളി പിടിപ്പിക്കാൻ ഇറങ്ങിയതാണോ മൈത്രേയൻ അമ്മാവൻ? എന്താണ് പറയുന്നതെന്നോ എവിടെ ഇരുന്നാണ് പറയുന്നതെന്നോ ഒരു ബോധം ഇല്ലാതായി പോയല്ലോ. മൈത്രേയൻ പറഞ്ഞതുപോലെ കോടികളുടെ അടിസ്ഥാനത്തിലാണ് ഭാര്യമാരെ കൂട്ടേണ്ടതെങ്കിൽ ഈ എലോൺ മസ്കും സുക്കർബർഗും അംബാനിയൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് ഓക്കെ അവരാരെ എടുക്കട്ടെ, നമ്മുടെ മലയാളിയായിട്ടുള്ള യൂസഫ് അലിയും രവിപിള്ളയും കല്യാണരാമനൊക്കെ നമ്മുടെ കേരളത്തിനകത്ത് ഭാര്യമാരെ കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ മൈത്രേയൻ ഉൾപ്പെടുന്ന പുരുഷ സമൂഹം പിന്നെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ 1000-10,000 ഭാര്യമാരെ കൂട്ടി കഴിയുമ്പോൾ എങ്ങനെ എല്ലാവരെയും പോയി കാണാനുള്ള സമയം തികയുന്നത്? എന്താണ് മൈത്രേയ ഈ പറയുന്നത്? സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് 1,00,000-ൽ 4 ഭാര്യ എന്നുള്ള കണക്കിലാണ് താങ്കൾ പറയുന്നതെങ്കിൽ മൈത്രേയന് 1,00,000-ന്റെ കണക്കിൽ മൈത്രേയന് ആകെ ഒരു ജയശ്രീ മാത്രമല്ലേ ഉള്ളൂ, താങ്കൾക്ക് ആകെ ഒരു ഭാര്യ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി പറഞ്ഞ കഥകളിലുള്ളതൊക്കെ മൈത്രേയന്റെ കളിക്കൂട്ടുകാരികളല്ലേ? അപ്പൊ നാട്ടിൽ കിടക്കുന്ന ആണുങ്ങളൊക്കെ 10,000-10,000 കിട്ടണം. സ്വന്തം വീട്ടിലെ കാര്യം വരുമ്പോൾ, ജയശ്രീയുടെ കാര്യം വരുമ്പോൾ മാത്രം മൈത്രേയൻ എന്തിനാ ഇത്ര പൊസസീവ്നെസ് കാണിക്കുന്നത്? ഈ പെൺവിഷയം സംസാരിക്കുമ്പോഴുള്ള മൈത്രേന്റെ ഒരു തലയെടുപ്പ് മുഷിരും ചിരിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എന്റെ വേറൊരു സംശയം, ഈ രാജാക്കന്മാർക്കൊക്കെ പെണ്ണ് വിഷയത്തിൽ ഭയങ്കര അറിവാണെന്നാണല്ലോ മൈത്രേയൻ പറയുന്നത്. അപ്പോ ഈ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഈ രാജാക്കന്മാര് ഉയർത്തെഴുന്നേറ്റ് വന്ന മൈത്രേയനോട് പറഞ്ഞോ ഈ രാജാവ് എന്നൊക്കെ പറയുന്നത്, ഈ രാജഭരണം എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറും ചരിത്രത്തിലുള്ളതല്ലേ, നമ്മൾ വെറും വായിച്ചിട്ടുള്ള അറിവ് മാത്രമല്ലേ നമുക്ക് ആ കാര്യത്തിലുള്ളൂ. മൈത്രേയന് ഭയങ്കര ദീർഘവീക്ഷണമാണെന്നും 50 വർഷങ്ങൾക്ക് അപ്പുറം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് മൈത്രേയന് വന്നിരുന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട ആ സഹോദരങ്ങളെയൊക്കെ കണ്ടിരുന്നെങ്കിൽ ഒരു പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കാമായിരുന്നു. സത്യം പറഞ്ഞ ഇതിനെയൊക്കെ ചങ്ങലക്കിടാനുള്ള സമയം കഴിഞ്ഞു. എവിടെയോ ഒരു പിരി പോയതുപോലെ എനിക്ക് തോന്നിയത്. ഒന്നുമില്ലെങ്കിലും തനിക്കൊപ്പം വളർന്നൊരു മകളില്ലേ, അപ്പം വെറുതെ എന്തിനാ അവർക്കൊക്കെ ഒരു നാണക്കേടുണ്ടാക്കുന്നത്? കോന്തനാണ് അംബാനി എന്ന് പറയുമ്പോൾ അയാൾ കാരണം എത്ര കുടുംബങ്ങൾക്ക് ജോലി കിട്ടുന്നു, എത്ര ആളുകൾ ജീവിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു നന്മ അയാൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ താങ്കളെ പോലെ വന്നിരുന്ന് നാട്ടുകാരെ വഴിതെറ്റിക്കുകയല്ല അയാൾ ചെയ്യുന്നത്. മുമ്പിലിരുന്ന് ഇളിച്ചു കാണിക്കാൻ മാത്രമേ അറിയുന്ന ആൾക്കാരുടെ മുമ്പിലിരുന്ന് മാത്രമേ മൈത്രേയന് ഇതുപോലത്തെ വിടുവായുത്തരങ്ങൾ പറയാൻ പറ്റൂ. ഇതുപോലെയുള്ള ഊള നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ താങ്കൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കണം. ഒരാൾ മാത്രം ചോദ്യം ചോദിച്ചാലും ഒരാൾ മാത്രം ഉത്തരം പറഞ്ഞാലും പോരാ. അത്യാവശ്യം സാമൂഹിക ബോധമുള്ള കഴിവുള്ള ഒരാൾ എതിർ സൈഡിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മൈത്രേയൻ ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് നമുക്ക് കാണാം.